ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്കുകളായ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിനെയും അതുപോലെ തന്നെ ടാറ്റ ട്രെൻഡ് എന്ന സ്റ്റോക്കിനെയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായും ഫോക്കസ് ചെയ്യണം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രോസറി സെഗ്മെൻറ്റിലെ ഏറ്റവും വളർച്ചയുള്ള കമ്പനിയായ ബിഗ് ബാസ്ക്കറ്റ് എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ ടാറ്റ അക്വയർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് തന്നെയാണ്. ടാറ്റയും ബിഗ് ബാസ്ക്കറ്റും തമ്മിലുള്ള ഈ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ അക്വിസിഷൻ ഡീൽ വരുന്ന 5 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഡീലിൻ്റെ ബെനിഫിറ്റ് ഈ രണ്ട് കമ്പനികൾക്കും അല്ലെങ്കിൽ ഈ രണ്ട് കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാഴ്ചവെക്കുന്നത്. ടാറ്റ ട്രെൻഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ 7% പ്രൈസ് ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ 2.6% പ്രൈസ് ഹൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ 2% ഹൈക്കും ക്ലോസിംഗ് ബേസിൽ 0.6% പ്രൈസ് ഹൈക്കും നമ്മൾക്ക് കാണാൻ സാധിച്ചു. FMCG സെക്ടർ ഒരു ബിയറിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോഴും മാർക്കറ്റ് വളരെയധികം റേഞ്ച് ബൗണ്ടും അല്ലെങ്കിൽ ഒരു ബിയറിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോഴും ഈ സ്റ്റോക്കുകൾ വേറിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു സ്ട്രോങ് ന്യൂസ് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാറ്റ ഗ്രൂപ്പ് ബിഗ് ബാസ്ക്കറ്റ് അക്വിസിഷൻ ചെയ്യുന്ന അക്വിസിഷൻ ഡീലിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന് ബെനിഫിറ്റ് കിട്ടുന്ന സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ബിഗ് ബാസ്ക്കറ്റ് അക്വിസിഷൻ ഡീലിനെ കുറിച്ച് ആൾറെഡി നമ്മൾ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തതാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ബിഗ് ബാസ്ക്കറ്റ് അക്വിസിഷൻ ഡീൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്. ടാറ്റ ഗ്രൂപ്പ് ബിഗ് ബാസ്ക്കറ്റിൻ്റെ 68% സ്റ്റേക്കുകൾ 9,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ നടത്തിയാണ് സ്വന്തമാക്കുന്നത്. ഈ ഡീൽ 4 മുതൽ 5 ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ബിഗ് ബാസ്ക്കറ്റ് എന്ന കമ്പനിയെക്കുറിച്ച് പറയാം. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഹരി മേനോൻ കോഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം തന്നെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഗ്രോസറി കമ്പനിയാണ് ബിഗ് ബാസ്ക്കറ്റ്. ഈ കമ്പനി വളരെയധികം വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. കാരണം ഇത് റീസെൻ്റായിട്ട് യൂണിക്കോൺ ക്ലബിൽ അംഗമായ ഒരു കമ്പനിയാണ്. അതായത് കമ്പനികൾ വളരെ പെട്ടെന്ന് തന്നെ 1 ബില്യണിലേറെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളാണ് യൂണിക്കോൺ ക്ലബിൽ അംഗമാവുക. അങ്ങനെ യൂണിക്കോൺ ക്ലബിൽ അംഗമായ ഒരു കമ്പനിയായ ബിഗ് ബാസ്ക്കറ്റിനെയാണ് ടാറ്റ ഗ്രൂപ്പ് ഇവിടെ അക്വിസിഷൻ ചെയ്യാൻ പോകുന്നത്. ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഡീൽ വളരെ പ്രധാനപ്പെട്ട ഡീലാണ്. കാരണം ടാറ്റ ഗ്രൂപ്പ് അവരുടെ ഫിസിക്കൽ സ്റ്റോറിൽ നിന്നും ഡിജിറ്റൽ സ്പേസിലേക്കുള്ള ട്രാൻസിഷൻ ഫേസിലാണ്. ഈ ട്രാൻസിഷൻ ഫേസിൽ പ്രത്യേകിച്ചും റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ഒരു സ്ട്രോങ് പ്രസൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബിഗ് ബാസ്ക്കറ്റ് ഡീൽ ടാറ്റ ഗ്രൂപ്പിനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കൊരു സംശയവുമില്ല. ഇനി ഈ ഡീലിൽ ടാറ്റ ഗ്രൂപ്പ് ആരുടെയൊക്കെ സ്റ്റേക്കുകളാണ് അക്വയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പേ നമ്മൾക്ക് ബിഗ് ബാസ്ക്കറ്റ് എന്ന കമ്പനിയുടെ വാല്യുവേഷനെ കുറിച്ച് സംസാരിക്കാം. ബിഗ് ബാസ്ക്കറ്റ് എന്ന കമ്പനിയുടെ വാല്യുവേഷൻ 13,500 കോടി രൂപയുടെ വാല്യുവേഷനാണ് ഈ കമ്പനിക്കുള്ളത്. ഈ 13,500 കോടി രൂപയുടെ 68%, അതായത് ഏകദേശം 9,300 മുതൽ 9,500 കോടിക്ക് ഇടയ്ക്കുള്ള ഡീലായിരിക്കും ടാറ്റ ഗ്രൂപ്പും ബിഗ് ബാസ്ക്കറ്റും തമ്മിൽ സംഭവിക്കാൻ പോകുന്നത്. ബിഗ് ബാസ്ക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയിരുന്നത് അലിബാബ ഗ്രൂപ്പ് ആയിരുന്നു. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ചൈനയിലെ റീറ്റെയിൽ ജെയിൻ്റാണ് അലിബാബ ഗ്രൂപ്പ്. അലിബാബ ഗ്രൂപ്പിന് ബിഗ് ബാസ്ക്കറ്റിൽ 29% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഉണ്ടായിരുന്നത്. കൂടാതെ മറ്റ് ചൈനീസ് ബ്രാൻഡുകളായിട്ടുള്ള അബ്രജ ഗ്രൂപ്പിന് 16.3%, അസെൻറ്റ് ക്യാപിറ്റലിന് 8.6%, IFCക്ക് 4.1%, CDC ഗ്രൂപ്പിന് 3.5%മാണ് ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ്. അതായത് ചൈനീസ് കമ്പനികളുടെ ഏകദേശം 68% വരുന്ന സ്റ്റേക്ക് ഹോൾഡിംഗ് ടാറ്റ ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത് വഴി ടാറ്റ ഗ്രൂപ്പിന് ഈ കമ്പനിയിൽ ഒരു നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അല്ലെങ്കിൽ കമ്പനിയുടെ മേജർ കൺട്രോളിംഗ് സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിലാവും. പിന്നീട് ഇപ്പോഴത്തെ ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ടാറ്റ ഗ്രൂപ്പ് ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ മാറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് കമ്പനിയുടെ കോഫൗണ്ടർ ആയിട്ടുള്ള ഹരി മേനോൻ തന്നെയായിരിക്കും അടുത്ത 4 വർഷവും ഈ കമ്പനിയെ നയിക്കുന്നത്. അതായത് കമ്പനിയിലെ ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് നടത്തിയ സ്റ്റേക്കുകളെല്ലാം ടാറ്റ ഗ്രൂപ്പ് അക്വയർ ചെയ്യുകയും അതുപോലെ അതിനുശേഷം കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ റിട്ടൈൻ ചെയ്യുന്ന ഒരു ഡീലാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ബിഗ് ബാസ്ക്കറ്റ്
അക്വിസിഷൻ ഡീലിൻ്റെ SWOT അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഗ്രോസറി മാർക്കറ്റിൽ രാജ്യത്ത് വളരെ വലിയ ഒരു വളർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് $1.9 ബില്യൺ നിന്നും 2020 വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി $3 ബില്യൺ റവന്യൂ ആയിരിക്കും ഈ ഗ്രോസറി സെഗ്മെൻറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 2024 വർഷത്തോടു കൂടി $18 ബില്യൺ റവന്യൂ ആയിരിക്കും, അല്ലെങ്കിൽ $18 ബില്യൺ മാർക്കറ്റ് ആയിരിക്കും ഈ ഗ്രോസറി മാർക്കറ്റ് നൽകാൻ പോകുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തെ തന്നെ പ്രധാന കമ്പനികളായിട്ടുള്ള റിലയൻസ്, ആമസോൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കമ്പനികളെല്ലാം ഈ ഗ്രോസറി സെഗ്മെൻറ്റിൽ ഇത്രയധികം കോമ്പറ്റീഷൻ സ്പിരിറ്റോടു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഗ്രോത്തിനെ കുറിച്ചും നമ്മൾക്ക് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിഗ് ബാസ്ക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ ലോക്ക്ഡൗണിന് ശേഷം അതിൻ്റെ കൺസ്യൂമർ പ്രത്യേകിച്ചും അതിൻ്റെ പുതിയ കസ്റ്റമേഴ്സിൻ്റെ പ്രസൻസ് 84% വർദ്ധിക്കുകയും അതുപോലെ തന്നെ കസ്റ്റമർ റീറ്റെൻഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 50% ഉയരുകയും ചെയ്തു. കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ മന്ത്ലി ഓർഡർ 20 മില്യണിന് മുകളിലാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ആനുവൽ റവന്യൂ നോക്കുകയാണെങ്കിൽ 1.85 ബില്യൺ ആണ് കമ്പനിയുടെ ആനുവൽ റവന്യൂ. ടാറ്റ ഗ്രൂപ്പ് പ്രത്യേകിച്ചും ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള ഒരു കമ്പനിയെ അക്വിസിഷൻ ചെയ്തതിന് ശേഷം ഈ റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഈ റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള കോമ്പറ്റീഷൻ ഇനിയും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ആമസോണും റിലയൻസും തമ്മിലുള്ള ടഗ് വാർ നടക്കുന്ന സാഹചര്യത്തിൽ ഇതുകൂടാതെ ഫ്ലിപ്കാർട്ട് കൂടാതെ വാൾമാർട്ട് എന്നീ കമ്പനികളെല്ലാം ഈ ഗ്രോസറി സെഗ്മെൻറ്റിൽ സാന്നിധ്യം ഉറപ്പിച്ച കമ്പനികളാണ്. ഇനി ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് ബിഗ് ബാസ്ക്കറ്റ് എന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ കമ്പനി ഒരു ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് 572 കോടിയിൽ നിന്നും കമ്പനി ഈ ഫിനാൻഷ്യൽ ഇയറിൽ 611 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 36% വർധനവാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഡീൽ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്റ്റോക്ക് ഏതെന്ന് നമ്മൾക്ക് പരിചയപ്പെടാം. ടാറ്റ ബിഗ് ബാസ്ക്കറ്റ് ഡീലിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളത് ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ റീറ്റെയിൽ സ്റ്റോക്കായിട്ടുള്ള ട്രെൻഡ് എന്ന സ്റ്റോക്കിലായിരിക്കാം. ഇതെൻ്റെ ഒരു അനുമാനം മാത്രമാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 27,315 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. കമ്പനിയുടെ ഫേസ് വാല്യൂ 1 രൂപയാണ്. സെക്ടറിൻ്റെ വാല്യൂഷൻ 103ഉം കമ്പനിയുടെ വാല്യൂഷൻ 0ഉമാണ്. കാരണം ഈ കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 0.13% ഡിവിഡൻഡ് ഈൽഡ്. കമ്പനിയുടെ അബ്സല്യൂട്ട് റിട്ടേൺ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ 1 വീക്കിൽ ഈ കമ്പനി 11% റിട്ടേൺ, 1 മന്തിൽ 19.41% റിട്ടേൺ, 3 മന്തിൽ 3% റിട്ടേൺ, 1 ഇയറിൽ 2.48% റിട്ടേൺ എന്നിങ്ങനെയാണ് നൽകിയത്. 3 വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 140% റിട്ടേൺ ആണ് കമ്പനി നൽകിയത്. റീസെൻ്റ്ലി അതായത് ബിഗ് ബാസ്ക്കറ്റ് ടാറ്റ അക്വിസിഷൻ ഡീൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഡീലിനെ കുറിച്ചുള്ള ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൻ്റെ വോളിയം അനാലിസിസിൽ വളരെ വലിയൊരു ജമ്പ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മന്ത്ലി ആവറേജ് ട്രേഡഡ് വോളിയം 7 ലക്ഷം ക്വാണ്ടിറ്റി ആയിരുന്ന ഈ സ്റ്റോക്കിൻ്റെ ട്രേഡഡ് വോളിയം 21 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഡെലിവറി നോക്കുകയാണെങ്കിൽ 41.18% ഉയർന്നിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 37%ഓളം ഷെയറുകളാണുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 29.41ഉം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 10.04ഉം പബ്ലിക്കിൻ്റെ കയ്യിൽ 23.55%ഉമാണ്. റീസെൻ്റ്ലി ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലുള്ള ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 23%-ൽ നിന്നും അവരുടെ ഹോൾഡിംഗ് 29.41%-ആക്കി വർദ്ധിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ 10.67%-ൽ നിന്നും 6.16%-ആക്കി അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഇനി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട പീർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവന്യൂ സൂപ്പർ മാർട്ട്, ആദിത്യ ബിർള ഫാഷൻ, വി മാർട്ട് ഡീറ്റെയിൽ, ഫ്യൂച്ചർ റീറ്റെയിൽ എന്നീ കമ്പനികളാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട പീർ കമ്പനികൾ. ഈ കമ്പനിയിൽ അവന്യൂ സൂപ്പർ മാർട്ടിന് മാത്രമേ ഒരു PE ഉള്ളൂ. അതായത് ഈ കമ്പനി മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി കമ്പനിയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കമ്പനിയുടെ PE നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ PEയേക്കാൾ വളരെ ഉയർന്ന PE ആണ്. അതിനുള്ള കാരണം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റീറ്റെയിൽ സെക്ടറിൽ ഒരു കമ്പനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. കമ്പനിയുടെ ROE നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ROE അവന്യൂ സൂപ്പർ മാർട്ടിനേക്കാൾ വളരെ കുറവാണ്. അതായത് 5.14ആണ് കമ്പനിയുടെ ROE. അതുപോലെ തന്നെ 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഈ കമ്പനി അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്ത കമ്പനി അല്ല എന്ന് മനസ്സിലാക്കാം. PB റേഷ്യോ നോക്കുകയാണെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ടിനേക്കാൾ താഴെയും എന്നാൽ മറ്റ് കമ്പനികളേക്കാൾ അല്പം ഉയർന്നുമാണ് ഈ കമ്പനിയുടെ PB റേഷ്യോയിലേക്കുള്ള സ്ഥാനം. ഇനി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം.
സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വൺ ഡേ ചാർട്ട് പാറ്റേൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് റീസെൻ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ അക്വിസിഷൻ, അതായത് ടാറ്റ ഗ്രൂപ്പിൻ്റെയും ബിഗ് ബാസ്ക്കറ്റിനും റിലേറ്റഡ് ആയിട്ടുള്ള അക്വിസിഷൻ ന്യൂസ് ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു മൊമെൻറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം 2019 ഡിസംബർ മാസത്തിൽ ഈ സ്റ്റോക്ക് 800 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കായിരുന്നു. അവിടെ നിന്നും ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷനും അതിനുശേഷം അല്പം ബിയറിഷ് ട്രെൻഡിലുമായിരുന്നു പോയത്. സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 600 രൂപ അല്ലെങ്കിൽ 640 രൂപ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ നിന്നും സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്ത് 20 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തു വന്നത്. ശേഷം സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 800 രൂപ തന്നെയാണ് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 20 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 690 രൂപയായിരിക്കും സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്